തിരുവനന്തപുരം സീറ്റ് CPM ഏറ്റെടുത്തതിൽ മുൻ മന്ത്രി കൂടിയായ ആന്റണി രാജുവിന് കടുത്ത എതിർപ്പ്. മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി സുധീർ കരമനയുടെ പ്രചാരണത്തിൽ നിന്നും ആന്റണി രാജു വിട്ടുനിൽക്കുകയാണ്. ആന്റണി രാജുവിനെ അനുനയിപ്പിക്കാൻ സാധിക്കാത്തത് CPMനെയും പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. പ്രചാരണത്തിൽ സജീവമാകണമെന്നും CPM നേതൃത്വം ആന്റണി രാജുവിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിവരങ്ങളുമായി എസ് ശാലിനിയാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ശാലിനി, ആദ്യം തന്നെ അവിടെ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്നുള്ളത് തന്നെ CPMനെ സംബന്ധിച്ചിടത്തോളം കീറാമുട്ടിയായിരുന്നു. പക്ഷേ ഒടുവിൽ സ്ഥാനാർത്ഥി ഏറെ വൈകി എത്തുന്നു, സുധീർ കരമനയാണ് എന്നുള്ള തീരുമാനം വരുന്നു. പക്ഷേ അപ്പോഴും ആന്റണി രാജുവിന് ഒരാളെ അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരാളുടെ പേര് നിർദ്ദേശിക്കാനുള്ള ഒരു അവസരം അത് നിഷേധിക്കപ്പെടുകയായിരുന്നു എന്നുള്ളതാണോ, അതോ അദ്ദേഹത്തിന്റെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് സുധീർ കരമന എന്നുള്ള പേരിലേക്ക് എത്തിയതാണോ അദ്ദേഹത്തെ ചൂടിപ്പിച്ചത്? തീർച്ചയായും രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെട്ടതോടുകൂടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല, അയോഗ്യനാണ് എന്ന് ഉറപ്പ് വന്നതോടുകൂടി ഒരു പകരം സ്ഥാനാർത്ഥിയെ നൽകാൻ ആന്റണി രാജുവിനോട് തന്നെ CPM ആവശ്യപ്പെട്ടതാണ്. പക്ഷേ പകരക്കാരനെ നൽകാൻ ആന്റണി രാജുവിനൊപ്പമുള്ള പാർട്ടിയും തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പിന്നീട് ഒരു പൊതു സ്ഥാനാർത്ഥിയെ നിർത്താം, അത് CPM ആ സീറ്റ് ഏറ്റെടുക്കേണ്ട കാര്യമില്ല. ഒരു പക്ഷേ CPM ആ സീറ്റ് തിരുവനന്തപുരം സീറ്റ് ഏറ്റെടുത്ത് പരാജയം സംഭവിക്കുകയാണെങ്കിൽ, പാർട്ടി ചിഹ്നത്തിൽ പരാജയം സംഭവിക്കുകയാണെങ്കിൽ CPMന് അത് കടുത്ത ക്ഷീണം ഉണ്ടാക്കുമെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് CPM ഒരു പൊതു സ്ഥാനാർത്ഥിയെ ഇറക്കിയത്. സുധീർ കരമന എന്ന് പറയുന്ന നടനും ഒപ്പം തന്നെ ഇടത് ചിന്തകനും ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിനെ ഇറക്കിയതിനു ശേഷം തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നിന്ന് മുൻ മന്ത്രിയും സിറ്റിംഗ് MLAയുമായിട്ടുള്ള ആന്റണി രാജു മാറി നിൽക്കുന്നതിലാണ് ഇപ്പോൾ CPMനുള്ളിൽ ഒരു ഭാഗത്ത് അമർഷമുണ്ടാകുന്നു. ഒപ്പം CPMന്റെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു തമ്മിൽ തല്ല് അത് മറനീക്കി പുറത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് പൊതുവേദികളിലും കൺവെൻഷനുകളിലും വീട് കയറിയുള്ള പ്രചാരണത്തിൽ ഒന്നും തന്നെ സിറ്റിംഗ് MLA ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിൽ ഇന്ന് രാവിലെയോടുകൂടി സുധീർ കരമന ചില പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതായത് ഫേസ്ബുക്കിലാണ് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്നത്, അതുകൊണ്ട് തന്നെ ആന്റണി രാജുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തനിക്ക് അനുകൂലമായി ഇട്ടിട്ടുണ്ട്, ആ റീച്ച് കിട്ടുന്നുണ്ട്. പിന്നെ നേരിട്ടെത്താൻ അസൗകര്യം അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്, അത് താൻ വലിയ വിലയ്ക്ക് എടുക്കുന്നില്ല, അദ്ദേഹം ഒപ്പം തന്നെ ഉണ്ട് എന്നുള്ള രീതിയിൽ ന്യായീകരണങ്ങളൊക്കെ സുധീർ കരമന CPMന്റെ പൊതു സ്ഥാനാർത്ഥി നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സീറ്റ് കിട്ടാത്തതിലുള്ള അമർഷം ഒരു ഭാഗത്ത് നിൽക്കുന്നു, തന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതിനിധി അവിടെ മത്സരിപ്പിക്കാത്തതിലുള്ള അമർഷം. നമുക്കറിയാം ആന്റണി രാജുവിനെ സംബന്ധിച്ചിടത്തോളം തീരദേശ മേഖലയിലും ഒപ്പം തന്നെ തലസ്ഥാനത്ത് സിറ്റി മേഖലയിലും ഒക്കെ വലിയ രീതിയിലുള്ള പിന്തുണയുള്ളതാണ്. ആ പിന്തുണയൊക്കെ ഒരു പക്ഷേ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് ലഭ്യമാകുമോ, പൊതു സ്ഥാനാർത്ഥിക്ക് ലഭ്യമാകുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള തർക്കങ്ങൾ CPMനുള്ളിൽ ഉടലെടുത്തിട്ടുണ്ട്, LDFനുള്ളിൽ ഉടലെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ CPMന്റെയും LDFന്റെയും ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. പക്ഷേ ആ അനുനയ നീക്കത്തോട് ആന്റണി രാജു കാര്യമായ രീതിയിൽ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കേസും കോടതിയും ഒക്കെ കയറിയതോടുകൂടി താൻ മത്സരിക്കാൻ കഴിയില്ല, അയോഗ്യനാണ് എന്ന് പ്രഖ്യാപിച്ചതോടുകൂടി തന്നെയാണ് CPM ഒരു മറു സ്ഥാനാർത്ഥി അവിടത്തേക്ക് രംഗത്തിറക്കിയത്. പക്ഷേ ആ രംഗത്തിറക്കിയ സ്ഥാനാർത്ഥിയോട് താല്പര്യമില്ലാത്ത ആന്റണി രാജു കടുംപിടുത്തം തുടരുകയാണ്. അതേസമയം തന്നെ ആ കടുംപിടുത്തം അവസാനിപ്പിക്കാനുള്ള നീക്കം LDFന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നു, ചർച്ചകൾ നടക്കുന്നു. പക്ഷേ ആ ചർച്ചകൾ പ്രയോജനപ്പെടുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇനി 15 ദിവസം മാത്രമേ ഉള്ളൂ എന്നിരിക്കെ ഇതുവരെ പൊതുവേദികളിലോ അല്ലെങ്കിൽ CPMുമായി ബന്ധപ്പെട്ട ഒരിടത്തും അല്ലെങ്കിൽ LDFുമായി ബന്ധപ്പെട്ട ഒരു പൊതുപരിപാടികളിലോ പ്രചാരണ പരിപാടികളിലോ ഒന്നും തന്നെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി മാത്രമല്ല മറ്റൊരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടും അദ്ദേഹം ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. തിരുവനന്തപുരം മണ്ഡലത്തിൽ സുധീർ കരമനയുടെ പ്രചാരണത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ആന്റണി രാജു. വല്ലാത്ത ഒരു എതിർപ്പ് സുധീർ കരമനയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ ആന്റണി രാജു പ്രകടമാക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്